നല്ല വാർത്ത, മുഖവുര, നമസ്കാരം. നുമാക്ക് സ്വാഗതം കേൾപ്പാൻ പോടാ. ഒരു പക്ഷേ നോം ഇത് വളരെ കേൾക്കാത്ത നല്ല കാര്യമാണ്. അത് നുമാക്ക് എല്ലാവർക്കും നല്ല വർത്തമാനമാണ്. ഈ പടാമ നോക്കുകയും ഞാൻ പറയാവിടന നോം കേൾക്കുകയും വേണം. ഈ സൗണ്ട് കേൾപ്പിട അടുത്ത പടാമ നോക്കുക. നോം കേട്ടതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിപ്പാൻ വേണ്ടതാണ്. ഏതു സമയത്തും ഈ കേസറ്റ് നിർത്തുവാനാണ് ഇപ്പോൾ. ഏതായാലും ഈ ഒന്നാമത്തെ പടാത്തിൽ നിന്ന് പറയുകയാ. പടാം 1. ഉൽപ്പത്തി. എല്ലാത്തിനും മുഖാത്തില് ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി. എല്ലാം ശൂന്യവും എന്തതുമില്ലാത്തതുമായിരുന്നു. ദൈവം ഭൂമിയെ ഉണ്ടാക്കിയതിന് ശേഷം വെട്ട ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വെട്ട വന്നു. ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. എത്രയും നല്ലവനായ ദൈവം എല്ലാത്തെയും അവൻ ഭരിച്ച് നിയന്ത്രിച്ച് നിലനിർത്തുകയാ. പടാം 2. ദൈവവചനം. ഈ കാൺപിട പടാം വിശുദ്ധ ബൈബിളിലേതാണ്. ഇത് ദൈവത്തിൻ വചനമാണ്. ഇതിൽ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ വഴിയെക്കുറിച്ചും മനിയനോടുള്ള അവന്റെ ഇഷ്ടത്തെക്കുറിച്ചും വിവരിക്കുന്നു. അവൻ വചനത്തിൽ വച്ചാണ് മുമ്പാങ്ക പറയാനുള്ളത്. പടാം 3. ദൈവം എല്ലാനും ഉണ്ടാക്കി. അവൻ പറഞ്ഞതെല്ലാം ദൈവവചനപ്രകാരം ഉണ്ടായി. അവൻ തണ്ണിയെയും തണ്ണിയിൽ വച്ചൊരു കരയുമുണ്ടാക്കി. കടാലും ഭൂമിയുമായി എല്ലാ ജീവജാലങ്ങളെയും ഉണ്ടാക്കി. തണ്ണിയിലെ മീനുകളെയും ആകാശത്തിലെ കിളികളെയും കരയിലെ മൃഗാദികളെയും ഉണ്ടാക്കി. എല്ലാനും താൻ നല്ലതെன்று കണ്ട്. പടാം 4. ആദാമും ഹവായും. ദൈവം ഭൂമിയിൽ ആദ്യത്തെ പെണ്ണിനെയും ആണിനെയും തന്റെ ആത്മീക സാൻമാർഗിക സ്വർഗത്തെ സൃഷ്ടിച്ചു. ആണ ആദാം എന്നും പെണ്ണ ഹവ്വ എന്നും വിളിച്ചു. അബു തന്റെ സകല സൃഷ്ടികൾമേലും തന്റെ അധികാരമ കൊടുത്തു. അവൻകാര് നല്ല ഒരു കാടുണ്ടാക്കി. ദൈവം അവരെ അവിടെ പാർപ്പിക്കുകയും അവനുമായിര് ദൈവം നടാക്കുകയും കൂട്ടമായിര് സംസാരിക്കുകയും ചെയ്തു. അവ ദൈവമക്കളും സ്നേഹിതരുമായിരുന്നു. ആ തോട്ടത്തിന്റെ ഒരു വൃക്ഷത്തിന്റെ ഫലമൊഴികെ മറ്റെല്ലാം അവങ്ക് തിൻപനായിര് കൊടുത്തു. എന്നാൽ ശത്രുവായ സാത്താൻ കാട്ടിൽ വന്നിര് ഹവ്വായെ വഞ്ചിച്ചു. ദൈവം തിന്നണ്ട എന്ന് പറഞ്ഞ കായ തിൻകയും അവൾ ആദാമിങ്ക് കൊടുക്കുകയും ആദാം ദൈവകൽപ്പനയെ ലംഘിച്ചിര് പയാമത്തിൻ്റെ ആൻ്റെ ദൈവകൽപ്പനയെ ലംഘിച്ച ദൈവകൽപ്പനയിൽ വെച്ചിട്ട് മാറിന ആദാമിനെയും ഹവായെയും ജീവവൃക്ഷ പയാമൻ്റെ വേറെ പയാമത്തിൻ്റെ എന്നേക്കും പാപിയായി ജീവിക്കാതിരിപ്പൻ ദൈവം അവനെ ഏതൻ കാട്ടിൽ വെച്ചിട്ട് പുറത്താക്കി വിട്ടു. ആദാമിൻ്റെ മക്കളായ എല്ലാ മനിയരും പാപത്തിൽ ജനിക്കുകയും പാപത്തിൽ ജീവിച്ച് പാപം ചെയ്ത് ദൈവത്തിൽ വച്ചിട്ട് മാറിപ്പോയിര്. ആയതിനാൽ വേദനയും രോഗവും കഷ്ടതയും മരണവും മനിയൻക്ക് വന്ന്. പടാം 5. കയീനും ഹാബേലും. ആദാമിനും ഹവായ്ക്കും കുഞ്ഞുങ്ങൾ ജനിച്ചു. ഒന്നാമൻ കയീൻ, രണ്ടാമൻ ഹാബേൽ. അവ വളർന്നു അപ്പനും അമ്മയിൽ വച്ചിട്ട് ദൈവത്തെ അറിവാൻ സാധിച്ചതിനാൽ അവ രണ്ടാളും ദൈവത്തിങ്ക് യാഗമ കഴിച്ചു. കയീന്റെ യാഗത്താൽ ദൈവം പ്രസാദിച്ചില്ല, കാരണം തന്റെ ഇഷ്ടപ്രകാരവും അവന്റെ വഴിയിലുമായിരുന്നു. എന്നാൽ ദൈവമ യാഗത്തിൽ പ്രസാദിപ്പിച്ച തന്റെ കൂട്ടുകാരനായ ഹാബേലിനെ കയീൻ ചമാത്ത് കാട്ടി. ചമാത്ത് വന്നപ്പ ഹാബേലിനെ കൊണ്ടളാഞ്ച്. ദൈവ ന്യായവിധി ഹാബേലിന്മേൽ വന്ന് ദൈവം പാപമ വെറുക്കയ, ദൈവ കോപത്തെ ക്ഷണിച്ചു വരുത്തുകയ. ദൈവം മന്യനുമായൊരു കൂട്ടായ്മയിൽ ചേർന്നിരിപ്പാൻ ആശിപ്പിടപ്പ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹിമ ഇല്ലാത്തവരായി തീർന്ന് മനിയൻ പാപം ദൈവത്തിൽ വച്ചിട്ട് നമ്മ വേർപെടുത്തുകയാണ്. പടാം 6. നോഹയുടെ പെട്ടകം. ആദാമിൻ്റെയും ഹവയുടെയും പാരമ്പര്യങ്ങൾ പലതായി, സന്താന പരമ്പരകൾ കൂടി. ദൈവത്തിൽ നിന്ന് മാറിപ്പോയ പാപങ്ങളായ മനുഷ്യൻ അനുസരണക്കേടിനും പാപത്തിനും ദൈവത്തോട് മത്സരിച്ച് ജീവിച്ചു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ ആലോചനയൊക്കെയും ദോഷമുള്ളത് ആനതിനാൽ ദൈവം വലിയ വെള്ളപ്പൊക്കമുണ്ടാക്കി ന്യായം വിധിച്ചു. എന്നാൽ ദൈവകൃപ കിടാച്ച നോഹ നീതിമാനായിരുന്നു. വരുവനിരിപ്പിട വെള്ളപ്പൊക്കത്തിൽ നിന്നും നോഹയുടെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകമ ഉണ്ടാക്കുവാൻ പറഞ്ഞു. ദൈവം കൊടുത്ത തീരുമാനപ്രകാരം പെട്ടകമ ഉണ്ടാക്കുവാൻ നോഹക്ക് വളരെ വർഷം എടുക്കേണ്ടി വന്നു. പെട്ടകമ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നോഹ വരുവാൻ പോട ദൈവദേഷ്യത്തെയും വെള്ളപ്പൊക്കത്തെയും പറ്റി മനിയൻക്ക് മുന്നറിയിപ്പ് കൊടുത്തു. എന്നാൽ മനിയൻ തന്റെ പാപങ്ങളിൽ വർദ്ധിച്ചതല്ലാതെ നോഹയുടെ മുന്നറിയിപ്പിനെയോ ദൈവ ന്യായവിധിയെ ചെവിക്കൊണ്ടുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല.
പടാം 7. ജലപ്രളയം. ദൈവം എല്ലാ ജീവജന്തുക്കളിലും വച്ചിലും ഈരണ്ടായിരി ആണും പെണ്ണുമായിര് നോഹയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവ പെട്ടകത്ത് കയറി. നോഹയും കുടുംബവും പെട്ടകത്ത് കയറി. നോഹയും ഭാര്യയും നോഹയുടെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും 8 ആൾ പെട്ടകത്ത് കയറി. ദൈവം പെട്ടകത്തിന് വായലടച്ചു. 7 നാൾ കഴിഞ്ഞിട്ട് ദൈവം വലിയ മഴയുണ്ടാക്കി. ഭൂമിയുടെ ആഴികൾ ഉറവകൾ തുറക്കുകയും വെള്ളപ്പൊക്കം ആരംഭിക്കുകയും 40 ദിവസം തണ്ണി പൊങ്ങിക്കൊണ്ടിരുന്നു. പെട്ടകം ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുകയുണ്ടായി. പെട്ടകത്തിന് പുറത്തുണ്ടായിരുന്ന സകല ജീവജാലങ്ങളും മനിയനും ചത്തുപോയി. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട് അനുസരിച്ച് നോഹയും കുടുംബവും പെട്ടകത്തിലൂടെ രക്ഷപ്രാപിച്ചു. പാഠം 8. അബ്രഹാം, സാറായും ഇസഹാക്കും. വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ദൈവം നോഹയെയും കുടുംബത്തെയും പെട്ടകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി അവനെ അനുഗ്രഹിച്ചു. അവർ പെരുകി. പിന്നെയും ഭൂമിയിൽ മനിയൻ പെരുകി. എന്നാൽ നോഹയുടെ വംശപാരമ്പര്യത്തിൽപ്പെട്ട അബ്രഹാം ദൈവത്തെ ഏറ്റെടുക്കുകയും ഇഷ്ടപ്പെടുകയും അനുസരിക്കുകയും ചെയ്തു. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് വലിയ ജാതിയാക്കുമെന്ന് ദൈവം വാഗ്ദത്തം പറഞ്ഞു. അബ്രഹാം തൻ്റെ ഭാര്യ സാറായിയെയും വളരെ വയസ്സായ പ്രായമായിരുന്നു. അവർക്ക് മക്കൾ പിറന്നില്ലായിരുന്നു. എന്നാൽ അറബി രാജ്യങ്ങളുടെ പിതാവായ ഇസ്മയേൽ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായിയുടെ മിസ്രയീമദാസിയുടെ മഹാനാണ്. എന്നാൽ വയസ്സായിട്ടും എന്നാൽ ശക്തിയുള്ള ദൈവം അബ്രഹാമിൽ സാറായിക്ക് മകനെ നൽകി. അവനാണ് ഇസാക്ക്. എല്ലാ ജനങ്ങളെയും ഇസാക്കിൻ്റെ സന്തതിയിൽ കൂടി അനുഗ്രഹിക്കുമെന്ന് ദൈവം പറഞ്ഞു. പടാം 9. മോശയും ന്യായപ്രമാണവും. ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ സന്താനങ്ങളെ ദൈവം അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് വലിയ ജാതിയാക്കി തീർത്തു. അവരാണ് ഇസ്രയേൽ ജനം. ആ കൂട്ടത്തിലെ മോശ ദൈവമെ വിശ്വസിച്ച് അനുസരിച്ച് ദൈവമക്കൾക്ക് നേതൃത്വം കൊടുത്തു. ഇസ്രയേൽ മക്കളെ മിസ്രയീമിൽ നിന്നും വാഗ്ദേശത്തേക്ക് പോകുമ്പോൾ ദൈവം മോശയെ പർവ്വതത്തേക്ക് മീത വിളിച്ച് ദൈവജനത്തെ പഠിപ്പിപ്പനും ഉപദേശിപ്പനുമായി കൽപ്പനയെ കൊടുത്തു. ആ കൽപ്പനകളെ ദൈവം തന്നെ മോശയ്ക്ക് കൽപ്പലകയിൽ എഴുതി കൊടുക്കുകയും ദൈവം ആ കൽപ്പനകൾ ദൈവമക്കളുടെ നന്മയ്ക്കായി അനുസരിപ്പൻ ഉപദേശിപ്പൻ അരുളി ചെയ്യുകയും ചെയ്തു. പടാം 10. ദൈവം കൊടുത്ത 10 കൽപ്പനകൾ ഏത് അനുസരിച്ചാലും ദൈവത്താൽ അനുഗ്രഹമായിത്തീരും. ഈ കൽപ്പനകൾ നാം ഏകസത്യ ദൈവത്തിൽ അനുസരിച്ചാൽ ഇഷ്ടപ്പെട്ട് ജീവിച്ച് അനുസരിച്ചെന്നും വിഗ്രഹം ഉണ്ടാക്കിയോ കുമ്പിട്ടോ എന്ന് ചെയ്തും ദൈവം നാമ വെറുതെ എടുക്കരുത്. ആഴ്ചയിലൊരു ദിവസം ദൈവത്തെ ആരാധിപ്പനും വിശ്രമിപ്പനുമായി മാറ്റിവെക്കണം. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. കുല ചെയ്യരുത്, പുറാനടക്ക് പോകരുത്, കളവ് കേൾക്കരുത്, കള്ളക്കുറ്റം പറയരുത്, മറ്റുള്ളവരുടെ എന്തിനുമെന്നും ആഗ്രഹിക്കരുത് എന്നതാണ് കൽപ്പന. പടാം 11. പാപമ ചെയ്യുടെങ്കായുള്ള യാഗം. മോശയുടെ ന്യായപ്രമാണ നാളുകളിൽ ദൈവം പറഞ്ഞ കാര്യങ്ങളെ അനുസരിയാതെ തെറ്റ് ചെയ്താൽ ഒരാട്ടിൻ കുഞ്ചിയ പാപത്തിന് കയറി ആട ബലി കഴിക്കണം. ആ ആട്ടിൻ കുഞ്ചി കുറ്റം ചെയ്യുകയാളിക്ക് വേണ്ടി മരിക്കുക. നാം ദൈവം പ്രാർത്ഥന കേളാതെ മാറി നിന്നാൽ പാപമ ചെയ്താൽ ദൈവം പ്രാർത്ഥന കേളാതെ നാം കുറ്റമ ചെയ്യുക. ദൈവത്തിന് വിരോധമായിട്ട് നാം പാപം കുറ്റമ ചെയ്യുന്നു. ഈ ചോര നാം ചിന്തി അറപ്പിട ആട് വരുവനിരിപ്പിട യാഗമായ ദൈവത്തിൻ്റെ ആടിനെ കാട്ടുക. ദൈവം തൻ്റെ മകനായ യേശുവിനെ മനുഷ്യൻ ചെയ്ത കുറ്റത്തിങ്ക് പാപയാഗമായി രക്തം ചൊരിഞ്ഞ് ചാകാൻ നാം പാപത്തിങ്ക് പരിഹാരം ഉണ്ടാക്കുവാൻ ലോകത്തിങ്ക് അവനെ കൊണ്ടുവന്നു. പടാം 12. വാഗ്ദത്തം പറഞ്ഞ ദൈവം. ദൈവത്തിൻ്റെ നേരമായപ്പോൾ ഗലീല എൻ്റെ നസ്രത്ത് പട്ടണത്തിൽ യോസോഫിങ്ക് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ സമയത്ത് ദൈവം ഗബ്രിയേൽ എൻ്റെ ഒരു ദൂതനെ വിട്ടു. ദൂതൻ മറിയ വാങ്ക, മറിയെ നീ പേടിക്കണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടാച്ചു. നീ ഗർഭിണിയായിരുന്നിട്ട് ഒരു മകാനെ പിറാക്കും. മറിയ ചെടുക്കനെ തന്നെ, ഞാൻ മണാവനെ അറിയാൽ എനിക്ക് പറ്റും. ദൂതൻ പറയാഞ്ച്, പരിശുദ്ധാത്മാവ് നിനക്ക് വന്നാൽ ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ വരും. ആൻഡ് നിനക്ക് പിറാക്കിട വിശുദ്ധ സന്താനം, അവൻ ദൈവപുത്രൻ എന്ന് പറയും. ദൂതൻ യോസോഫിങ്ക് കനാവിൽ വന്നു, ഭയപ്പെടേണ്ട, നിനക്ക് കല്യാണത്തിങ്ക് ആലോചിച്ചിരിക്കുന്ന മറിയയിൽ പരിശുദ്ധാത്മാവിലുണ്ടായ മകാന, അവൾ പെൽക്കുമ്പോൾ
യേശു എന്റെ പേരിങ്ക് രക്ഷകൻ என்றாണ് അർത്ഥം. തന്റെ മക്കളെ പാപത്തിൽ വച്ചിട്ട് രക്ഷപ്പെടുത്തും. യോസപ്പ് മറിയെ അടുത്ത് വിളിച്ചിട്ട് അവൻ പിറാക്കാൻ ഇരിക്കുന്ന യേശു പിറാക്കുന്നതുവരെ അവളോട് ചേരാതിരുന്നു. പടം 13. യേശുവിന്റെ പിറാപ്പ്. യേശു പിറാപ്പൻ നേരമാനപ്പോൾ കൈസരുടെ കൽപ്പന പ്രകാരം എല്ലാവരും അവരവരുടെ അപ്പന്മാരുടെ പട്ടണത്തിൽ പേര് അവിടെ എഴുതണമെന്ന് പറഞ്ഞു. അതിന് യോസഫ് മറിയയും തന്റെ കുടുംബങ്ങളുടെ പട്ടണത്തിൽ പോയി. അവർ ബെത്ലഹേമിലേക്ക് എത്തിനപ്പ അവർക്ക് തங்குവാൻ ഇടാമില്ലാതായി. മാട്ടുത്തൊഴുത്തിൽ കിടാക്കേണ്ടി വന്നു. അവിടെ മറിയ തന്റെ ആദ്യത്തെ മകനെ പെറ്റു തുണിക്ക് ചുറ്റി ആട്ടുതൊഴുത്തിൽ കിടാത്തി. രാത്രിയിൽ ആട്ടിൻകൂട്ടത്തിങ്ക് കാവൽ നിന്റെ അവൻക്ക് ഒരു ദൂതൻ വെളിപ്പെട്ടു. പേടിക്കണ്ട, എല്ലാ മക്കൾക്കും ഉണ്ടാവാനുള്ള നല്ല സന്തോഷം ഞാൻ മുമ്പാങ്ക പറയുക. കർത്താവായ യേശുവിൻ്റെ രക്ഷിതാവ് നുമാക്കായി പുറാന്തിരിക്കുന്നു. ചെടുക്കന പരലോക ദൂതന്മാർ പ്രത്യക്ഷമായി ദൂതനോട് ചേർന്ന് ദൈവത്തെ വാഴ്ത്തി. ആട്ടിടയന്മാർ ബെത്ലഹേമിൽ രക്ഷകനെ കാൺപൻ പോയി. അവർ യേശുവിനെ തുണിക്ക് ചുറ്റി വച്ചിപ്പിനെ കണ്ടു. മറ്റുള്ളവൻ ബാങ്ക അവൻ യേശുവിനെപ്പറ്റി ദൈവം പറഞ്ഞതിനെ അറിയിച്ചു. എല്ലാവരും ഞെട്ടി. പടം 14. യേശുവിനെപ്പറ്റി പറയുകയാളി. യേശു യോസേപ്പിൻ്റെയും മറിയയുടെയും വീട്ടിൽ വളർന്നു. 12 വയസ്സായപ്പോൾ യോസേപ്പും മറിയയും യെരുശലേം ദേരത്തേക്ക് അവനെ കൊണ്ടുപോയി. ശാസ്ത്രിമാരോടും പണ്ഡിതന്മാരോടും ദൈവത്തെപ്പറ്റി ഉപദേശം കേട്ടു ചോദിച്ചറിയുകയും അവർക്കെല്ലാം അത്ഭുതമായി. അവൻക്ക് 30 വയസ്സാനപ്പ തൻ്റെ പുറാത്തുള്ള പ്രവർത്തനം ആരംഭിച്ചു. മറ്റുള്ളവർക്ക് പറാഞ്ചു കൊടുപ്പനും അത്ഭുതമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും തുടങ്ങി. ചിലരവനെ വിശ്വാസിയാതെ വന്നപ്പോൾ അനേകരവനെ വിശ്വസിച്ച് അവൻ അനുഗമിപ്പൻ തുടങ്ങി. പടം 15. യേശുവിൻ്റെ അതിശയ കാര്യങ്ങൾ. യേശു ദൈവവചനം പറാഞ്ച് അതോടുകൂടി തന്നെ വലിയ അതിശയങ്ങളെയും ചെയ്യുകയുണ്ടായി. രോഗിയെ നൻറാക്കി, കൺകാണാളവൻക്ക് കാഴ്ച കൊടുത്തു, കാറ്റും കടാലുമ ശാന്തമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. ദൈവത്തിൻ്റെ അതിശയമായ ശക്തി ജനം കാണുവാൻ ഉണ്ടായി. ആയതിനാൽ അനേകരും അവൻ ദൈവത്താൽ അയച്ചവനാണെന്ന് സമ്മതിച്ച് അതിശയിക്കുക മാത്രമല്ല, അവർ നമ്മയും സഹായിപ്പാൻ കഴിയുമെന്ന് വിശ്വസിച്ച് അവനെ പിന്തുടർന്നു. പടം 16. യേശുവിൻ്റെ കഷ്ടപ്പാടുകൾ. യേശുവിലും അതിൻ്റെ അതിശയപ്രവൃത്തികളിലും വിശ്വസിച്ച് കുറേ പേർ അവൻ്റെ സഹായം തേടുകയും ദൈവത്തിൻ്റെ മാർഗത്തെപ്പറ്റി അറിഞ്ഞ് അവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തു. യേശുക്രിസ്തു ലോകത്തിൽ വന്നതിൻ്റെ മുഖ്യ കാരണം ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ അറിയിപ്പാനും അനുഭവിപ്പനും പാപത്തിൽ വച്ചിട്ട് നഷ്ടപ്പെട്ടു പോന മനുഷ്യനാ ദൈവത്തിൻ പാടിക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടതാണ്. എന്നാൽ ആ നേരത്തെ മതനേതാക്കന്മാർ അവൻ അസൂയപ്പെട്ടു, ഹൃദയം കഠിനപ്പെടുത്തി. യേശുക്രിസ്തു ദൈവത്തിൽ വച്ചിട്ട് അയക്കപ്പെട്ടവൻ എന്ന് വിശ്വസിക്കാത്തവൻ തള്ളിക്കളഞ്ഞു. ദൈവത്തിൻ ഭാഗ കൂടുതൽ പാപം ചെയ്തു. മാത്രമല്ല, യേശുക്രിസ്തുവിനെപ്പറ്റി നുണയെ പറാഞ്ചു പരാത്തി അവൻ മേൽ കുറ്റമുണ്ടാക്കി അവനെ പീഡിപ്പിച്ച് അടിച്ച് പടയാളികളുമായി കഠിനമായി അടിക്കപ്പെട്ട യേശുവിനെ മുള്ളിൻ കിരീടമണിഞ്ഞ് തലമേൽ വച്ച് ഉപദ്രവിച്ച് പരിഹസിച്ച് അവനെ നിസാരനാക്കി. തനിക്ക് എല്ലാ മനിയന്മാരുമെന്ന് നശിപ്പിക്കാൻ പറ്റുമെങ്കിലും അവൻ തന്നെത്താൻ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. കാരണം ഇതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മനിയൻ്റെ നന്മക്ക് വേണ്ടി താൻ അനുഭവിക്കേണ്ടതിൻ്റെ അവൻ അറിയാമായിരുന്നു. പടം 17. യേശുവിൻ്റെ ക്രൂശീകരണം. യേശുവിനെ അവ കുറ്റം പറയാഞ്ച് പരിഹസിച്ചതിന് ശേഷം അവനെ മരാക്കുരിശിൽ കൈകാലുകളിൽ ആണിയടിച്ച് തറച്ചു കൊന്നു. ഈ മരാക്കുരിശിൽ അവൻ മരിക്കുവോളം അവൻ തങ്ങി. അന്ന് കുറ്റക്കാരെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് പതിവാണ്. 2 കളവാളികളെയും അവരോടൊപ്പം ഇടത്തും വലത്തുമായി ക്രൂശിച്ച് അവൻ ആ കുറ്റവാളികളുടെ കൂട്ടത്തിൽ എണ്ണിയെന്ന് പറഞ്ഞു. ഇന്നാൽ ഒരു കുറ്റവും ചെയ്യാത്ത യേശു നാം പാപത്തിൻ്റെ ശിക്ഷ അവൻ കാൽവരി കുരിശിലേറ്റെടുത്തു. ഒരു വ്യത്യാസവും വരുത്താതെ പാപം ചെയ്ത് ദൈവമഹിമ വിട്ടുപോയവനായ നാം പാപത്തിനു വേണ്ടി നാം ചാകേണ്ട നേരത്ത് നമുക്കെല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തു നാം പാപത്തിൻ്റെ ശിക്ഷ വഹിച്ചു. നാം പാപങ്ങളാണെന്ന് വിശ്വസിച്ച് സമ്മതിച്ച് പാപമ ഏറ്റുപറാഞ്ച് വിട്ടാൽ ദൈവം ക്രിസ്തുയേശു മുഖേന നാം പാപങ്ങളെ ക്ഷമിക്കും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നാം രക്ഷ പ്രാപിക്കും. പടം 18. ഉയർത്തെഴുന്നേൽപ്പ്. അവൻ്റെ കൂട്ടാളികൾ അവൻ്റെ ശരീരത്തെ കുരിശിൽ നിന്ന് ഇറാക്കി അവൻ്റെ മരണശേഷം അടാക്കി
ഒരു വലിയ കല്ലുരുട്ടി അതിൻ വാതിലടച്ച് മുദ്രവച്ചു. പടയാളികൾ കാവൽ നിന്നു. അവനെ വെറുപ്പുള്ളവർ അതോടെ യേശുവിനെ നശിപ്പിച്ചെന്ന് കരുതി മൂന്നാമത്തെ നാളിൽ അന്നാളിലെ ആചാരമനുസരിച്ച് അവന്റെ ശരീരത്തിൽ ചില സുഗന്ധവസ്തുക്കൾ പൂശുവൻ ചില പെൺമക്കൾ അതിരാവിലെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയിലെ വാതിലിലെ മാറ്റിയിരിക്കുന്നത് അവർ കണ്ടു. 2 ദൂതന്മാർ அவங்க കണ്ട്, യേശു മരണത്തിൽ വന്നിട്ട് ഉയർത്തുവന്നിട്ട് അവൻ ഇവിടെ ഇല്ല என்று പറഞ്ഞു. അതെ, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്ന അവൻ ദൈവമാണെന്ന് പറഞ്ഞു. അവൻ ജീവിക്കുന്നു. അവൻ മരണത്തെയും ഭൂതങ്ങളെയും എന്നേക്കുമായി തോൽപ്പിച്ച് അതിൻ്റെ മീതെ ജീവിക്കുന്ന നമ്മുടെ രക്ഷിതാവാണ്. പടം 19. തോമസ് വിശ്വസിക്കുന്നു. യേശുക്രിസ്തു വന്നതിനു ശേഷം ശിഷ്യന്മാർ കണ്ടു. അവനുമായി തിന്നുകയും കുടിക്കുകയും സംസാരിക്കുകയും ചെയ്തു. തോമസ് എന്ന ശിഷ്യൻ അവരോടുകൂടെ അന്നേരമില്ലായിരുന്നു. അവൻ വന്നപ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ട വിവരം അവൻ പറഞ്ഞു. തോമസ് പറഞ്ഞു, യേശുവിൻ്റെ മുറിവുകൾ കണ്ട് അതിൽ തൊട്ടുനോക്കിയാൽ മാത്രമേ അവൻ വിശ്വസിക്കുകയുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ് അവർ കൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു. യേശു അവൻ്റെ മുഖാന്തർ വന്നു. തോമസ് യേശുവിനെ കണ്ട നാളിൽ അവനെ കാൽക്കൽ വീണ്, ഈ പാഠത്തിൽ കാണുന്നത് പോലെ എൻ്റെ കർത്താവും ദൈവവും എന്ന് പറയുകയുണ്ടായി. പിന്നെ തോമസ് ഒരു നാളും സംശയിച്ചില്ല. യേശു പറഞ്ഞു, എന്നെ കണ്ടതിൽ നീ വിശ്വസിച്ചോ? എന്നാൽ കാണാതെ വിശ്വസിപ്പിടവ് എത്രയോ ഭാഗ്യവാന്മാരാണ് എന്നവൻ പറയുകയുണ്ടായി. പടം 20. സ്വർഗത്തിൻ്റെ പോടത്. യേശുക്രിസ്തു ഉയർത്തി വന്നതിന് ശേഷം പല തവണ അവൻ അനേകർക്ക് പ്രത്യക്ഷമായി. അവനെ കാണുകയും അവന് സംസാരിക്കുകയും തിന്നുകയും ഒക്കെ ചെയ്തു. അവൻ ജീവിക്കയായിன்று അവൻ്റെ ശിഷ്യന്മാർക്ക് സംശയമന്യേ മനസ്സിലായി. 40 നാൾക്ക് ശേഷം അവൻ സ്വർഗത്തിങ്ക് പോയി. അവൻ ഈ ലോകത്തിങ്ക് വന്ന ദൗത്യം നിറവേറ്റി. യേശു അവൻ കൽപ്പനയായി പറഞ്ഞു, നിങ്ങൾ ലോകമെമ്പാടും പോയി എൻ്റെ സാക്ഷികളായി മറ്റുള്ളവരെ ശിഷ്യന്മാരാക്കുക. അവ എന്നിൽ നിന്ന് കേട്ടത് പഠിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും അതനുസരിക്കുമ്പോൾ അവും എൻ്റെ ശിഷ്യന്മാരായിത്തീരും. ശിഷ്യന്മാർ കണ്ടപ്പോൾ തന്നെ മേഘത്തു നിന്നും എന്നെ എടുക്കപ്പെട്ടു. അവൻ മീതൊക്കെ പോകുന്നതുവരെ അവൻ എന്നെ നോക്കി. അന്നേരം 2 ദൂതന്മാർ വന്നു അവരോട്, നാം എങ്ങനെ യേശു സ്വർഗത്തിൽ പോകുന്നത് കണ്ടുവോ അതേപോലെ അവൻ ഒരു നാൾ തിരികെ വരും. ഇപ്പോൾ യേശു സ്വർഗത്തിൽ അവൻ പറഞ്ഞതുപോലെ അവൻ്റെ ജനത്തിനായി ഒരു സ്ഥലമുണ്ടാക്കുകയാണ്. നിങ്ങളും ഈ കർത്താവിനെ ഏറ്റെടുത്തിട്ട് അവനിൽ വിശ്വസിക്കുമോ? അവൻ്റെ ജനമായി അവൻ്റെ വരവിങ്കൽ നാം അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കുമോ? പടം 21. കുരിശു മാത്രം. എന്തെങ്കു വേണ്ടി യേശു കുരിശിൽ മരിച്ചു? യേശു ചെയ്യാത്ത പാപത്തിനു വേണ്ടി പാപികളായ നമ്മെ രക്ഷിപ്പൻ നം കുറ്റമ അവൻ സ്വയം ഏറ്റെടുത്ത് ചോര ചിന്തിരി മരിച്ചു. കുരിശ് നമ്മ ചൂണ്ടിക്കാട്ടിടത് ദൈവത്തെയും നമ്മുമ തമ്മിൽ വേർപെടുത്തി മാറ്റുവൻ യേശു എനാക്ക് വേണ്ടും മരിച്ചു. യേശു പരിശുദ്ധനും പാപമാളിയും ദൈവ കുഞ്ഞാടും പാപമാളികൾക്കുള്ള പാപത്തിൻ്റെ യാഗമാണ്. നാം യേശുവിനെ വിചാരിച്ച് പാപത്തിൽ വച്ച് മാറുമ്പോൾ ദൈവം നാം പാപമ ക്ഷമിച്ച് അപ്പോൾ നാം ദൈവത്തിൻ മക്കളാകുന്നു. അടുത്ത ചില പടം കൂടി ആൻ്റെ ദൈവമക്കളായ നാം അവന മാതിരി നടാത്താമെന്ന് വിചാരിക്കാം. പടം 22. 2 വഴികൾ. യേശു എല്ലാ നേരത്തുമുള്ള വഴികളെക്കുറിച്ച് പഠിപ്പിച്ചു. ആദാമിനെ പാപത്തിൽ വച്ചിട്ട് പാപത്തിൻ്റെ സ്വഭാവം ജന്മസിദ്ധമാക്കിയ നാം വിശാലമായ പാപത്തിൻ്റെ വഴിയിലാണ് നാം തുടങ്ങുന്നത്. ദൈവത്തിങ്കലേക്കുള്ള ഇടുങ്ങിനതും നേരുള്ളതുമായ പാതയിലേക്ക് യേശു പടത്തിൽ കാണുന്നത് പോലെ നമ്മ വിളിക്കുക. ഈ വഴി സ്വർഗത്തിലേക്കുള്ള എപ്പോഴുമുള്ള വഴിയാണ്. ഈ ഇടുങ്ങിയതായ വഴിയിലേക്കുള്ള പ്രവേശനത്തിങ്കൽ ഒരു കുരിശ് നിൽക്കുന്നത് കാണാം. യേശു കുരിശിൽ നാം പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് കരുതി പാപത്തിൽ വച്ചിട്ട് മുന്നോട്ട് വരുമ്പോൾ നാം ആ വഴിയുടെ പ്രവേശനത്തിൽ കടാക്കയാം. എന്നാൽ ഒട്ടനവധി പേർ ആ വഴിയിലേക്ക് മാനസാന്തരത്തിൽ വരുന്നില്ല. കാരണം സ്വർഗത്തിലെ വഴി അവങ്ക് ഇടുങ്ങിനതാണ്. നാശത്തിൻ്റെയും നരകത്തിൻ്റെയും വീതിയുള്ള പാതയുടെ പോവനാണ് അവങ്ക് ഇഷ്ടം. എന്നാൽ നീ ഏത് വഴിയെ തേടിലെടുക്കും? എന്തുകൊണ്ടിപ്പോൾ നീ ദൈവത്തിൻ ഭാഗം ചോദിച്ചുകൂടാ? കർത്താവായ ദൈവമേ, പരിശുദ്ധനായ അങ്ങ്, നിൻഭാഗം ഞാൻ എൻ പാപമ സമ്മതിക്കുന്നു. ഞാൻ നിനാക്കെതിരായി പാപമ ചെയ്ത് യേശുക്രിസ്തുവിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ക്രൂശിൽ വഹിച്ചു എന്നോട് പൊറുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ചോരയിൽ നിന്ന് എൻ്റെ പാപമ എന്നെ നനാച്ച് നല്ലതാക്കണമേ. എന്നെ അങ്ങയുടെ മകാനാക്കണമേ. കർത്താവായ യേശുവേ, അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് കടാന്തു വരണമേ. എന്നെ നിൻ്റെ കുട്ടിയാക്കി തീർപ്പിടതോടൊപ്പം കർത്താവെ അങ്ങൻ്റെ ഹൃദയത്തിൽ കടാന്തു വന്ന്
നിന്റെ മകാനായി ജീവിപ്പൻ മകളായി ജീവിപ്പൻ എന്നെ സഹായിക്കണമേ. നിനാക്കുറാക്കിൻ്റെ വരുവനും അങ്ങയോടൊപ്പം സ്വർഗത്തിൽ ആയിരിക്കാനും എന്നും അങ്ങ് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പടം 23. ദൈവമക്കൾ. ഈ പടത്തിൽ യേശു എല്ലാവരെയും, എല്ലാ പാരമ്പര്യക്കാരെയും രാഷ്ട്രീയക്കാരെയും അലാപ്പാളികളെയും തന്നിലേക്ക് വിളിക്കുക. അവനെ സ്വീകരിക്കുന്നവർക്ക് അവൻ്റെ മക്കളാകുവാൻ അധികാരം കൊടുക്കുക. ഇടുങ്ങിയതും നേരുള്ളതുമായ സ്വർഗീയ പാതയിലേക്കാണ് അവൻ നമ്മെ വിളിപ്പെടുന്നത്. ദൈവകുഞ്ചികളുടേത് വലിയ കുടുംബമാണ്. അവർ ധനികരോ ദരിദ്രരോ കറുത്തവരോ വെള്ളയാളികളോ പെണ്ണാളോ ആൺമക്കളോ പെൺമക്കളോ ആരായിരുന്നാലും അവരെല്ലാവരും കൂടി യേശുക്രിസ്തുവിൽ ഒന്നായി ഒരു കുടുംബമായി തീരുന്നു. പടം 24. പിന്നെയും പിറാക്കയ. യേശു ലോകത്തിലായിരുന്നപ്പോൾ ഒരു രാവിൽ നിക്കോദമസ് എന്ന ഒരു മഹാപണ്ഡിതൻ യേശുവിൻ വാടിക്ക് വന്നു. അവന്റെ ചോദ്യത്തിങ്കൽ യേശു അതിശയകരമായ ഒരു സത്യമ പറഞ്ഞു. ദൈവകുടുംബത്തിൽ നീ ആകണമെങ്കിൽ നീ നിക്കോദിമസ് വീണ്ടും പിറാക്കണം. നാം അപ്പനും അമ്മയുമാൽ വീണ്ടും ജനിച്ച് നാം കുടുംബത്തിലാകുന്നത് പോലെ നാം പിന്നെ പിറാന്ത് ദൈവത്തിന്റെ കുടുംബത്തിലാവുന്നു. ആദ്യത്തേത് ശാരീരികമായ പിറാപ്പ്. വീണ്ടും പിറാക്കുമ്പോൾ നാം ആത്മീയമായി പിറാക്കുന്നു. ഈ വീണ്ടും ജനനം പിന്നെ പരിശുദ്ധാത്മാവ് നൽകിത്തറതാണ്. പരിശുദ്ധാത്മാവ് പുതിയ പിറാപ്പ് നൽകുന്നു. ഈ വീണ്ടും പിറാപ്പ് കർത്താവായ രക്ഷിതാവിനെ നാം ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോൾ സംഭവിക്കുകയും ആ ജീവനിൽ നാം അവനെ പിൻപറ്റുകയും പുതുതായി മാറുന്നതോടൊപ്പം ദൈവ മക്കളായി ജീവിപ്പനും ഇടാവരികയാണ്. പടം 25. പരിശുദ്ധാത്മാവ്. യേശു സ്വർഗത്തിങ്ക് പോടൻക്ക് മുഖാത്തിരായി ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, അവൻ പരിശുദ്ധാത്മാവിനെ വിടുമെன்று. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ആശ്വാസകനായിത്തീരുന്നു. യേശു സ്വർഗത്തിങ്ക് പോയി 10 നാൾ കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ എല്ലാ പേരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. വലിയ കാറ്റിന്റെ ശബ്ദം കേട്ട് പടാത്തിൽ കാണുന്ന മാതിരി തീനാവുകൾ ഓരോ ശിഷ്യന്മാരുടെ മേൽ പതിക്കുകയുണ്ടായി. യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് അവൻ മീതെ വരികയുണ്ടായി. അവ ആത്മാവിൽ നിറഞ്ഞു. ആ ദിവസം ഉത്സവനാളായിരുന്നതിനാൽ അനേക അലാപ്പാളികൾ യെരുശലേമിലുണ്ടായിരുന്നു. ശിഷ്യന്മാർ ആത്മാവിൽ നിറഞ്ഞ് അവിടെ കൂടി വന്നവരുടെ ഭാഷകളിൽ ദൈവത്തിന്റെ കാര്യങ്ങളെ അവ പറയുവാൻ തുടങ്ങി. ദൈവം ചെയ്ത അതിശയ കാര്യങ്ങളും കർത്താവായ യേശുവിനെക്കുറിച്ചും അവ പറഞ്ഞു. 3000-ഓളം പേർ വചനം കേട്ട് യേശുവിനെ ഏറ്റെടുത്തിട്ട് സ്വീകരിച്ചു. യേശുവിനെ സ്വീകരിച്ച് നടാപ്പിടവിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ആത്മാവ് നമ്മെ യേശുവിനെ അനുസരിപ്പാനും അനുഗമിക്കുവാനും മറ്റുള്ളവരോട് യേശുവിനെ സാക്ഷ്യം പറയുവാനും സഹായിക്കുകയും നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ്. പടം 26. വെട്ടേട് നടാക്കുക. യേശുവിനെ ഏറ്റെടുപ്പെങ്കിൽ മുൻപ് ഈ പടാത്തിൽ കാണുന്നത് പോലെ നാം ഇരുട്ടിൽ നടന്നവനാണ് ഓരോരുത്തരും. വെട്ട ഇല്ലാത്തതിനാൽ തട്ടുകയും ഇടാറുകയും വീഴുകയും ചെയ്യുന്നു, പാപത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ യേശുവിനെ നാം ഏറ്റെടുക്കുമ്പോൾ നാം വെട്ടേടും സത്യത്തിലും നടാപ്പുരമാരിയാകുന്നു. അവൻ എവിടെ പോടിൻ്റെ അറിയാം. വഴി കഷ്ടമുള്ളതായാലും യേശുവിൻ വെട്ട നമ്മെ നടാത്തും. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെട്ടയാകുന്നു. എനാക്ക് പിറാക്കുന്നതിന് വരുന്നവൻ ഇരുട്ടിൽ നടന്നാലും അവൻ വെളിച്ചത്തിൽ നടക്കും. അവന്റെ പരിശുദ്ധാത്മാവ് വിശ്വാസികളെ നേർവഴിയിൽ നടാത്തും. പടം 27. പുതിയ മനിയനായി മാറുന്നു. ക്രിസ്തു യേശുവിനെ പിൻപറ്റടവ് പുതിയൊരാളാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയൊരു മനുഷ്യനായി മാറുന്നു. അവന്റെ വചനം അനുസരിപ്പനും ദൈവം നാം പാപമ ക്ഷമിച്ചതെങ്കിൽ നന്ദിയോടെ ദൈവം നൽകിയ പുതിയ ജീവിതത്തിൽ നടാക്കുകയും ചെയ്യണം. ദൈവത്തെ പ്രസാദിയാള പാപത്തിന്റെ മാർഗമായ അസൂയയോ പകയോ പിണാക്കമോ വ്യഭിചാരമോ കളാവ് പറവിടതോ യഥാർത്ഥമായി ആയിത്തീരാതെ കല്ലുകളെയും ആരാധിപ്പെടതായി പോകാതെ ശരീരമായ അവസ്ഥയെ ഒഴിവാക്കി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പാപത്തിൽ അതിജീവിച്ച് ജീവിക്കും. പടം 28. ക്രിസ്തുവിൻ കുടുംബം. കുടുംബം മുഴുവനുമായി ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ മണാവൻ കുടിയെ സ്നേഹിക്കുകയും കുടി മണാവനെ മാനിക്കുകയും ചെയ്യും. ബൈബിൾ പഠിപ്പിക്കുന്നത് പോലെ മണാവനും കുടിയും അങ്കേമിങ്കേയും സഹായിച്ച് പ്രോത്സാഹിപ്പിച്ച് പരസ്പരം കരുതി ജീവിപ്പിടമാരി തന്നെ നമ്മുടെ മക്കളെ ദൈവത്തെ സ്നേഹിക്കുവാനും അനുസരിപ്പനും ബഹുമാനിപ്പനും അവന വചനത്തിൽ കൊണ്ട് പഠിപ്പിക്കണം. കുടുംബം എല്ലാവരും ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ദൈവവചനം വായിച്ച് ഒരുമിച്ച് ജീവിച്ച് കർത്താവിനെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യണം. പടം 29. കുറ്റവാളിയെ സ്നേഹിക്കുക. യേശു തന്റെ അനുഗാമികളെ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ പഠിപ്പിച്ചു. അവൻ ഇഷ്ടത്തിന്റെ ഉറവിടമാണ്.
നമ്പാകെ തെറ്റ് ചെയ്വിടനെ പോലും നാം ഇഷ്ടപ്പെടണം. ഒരിക്കൽ യേശു ഒരു കഥ പറയുകയുണ്ടായി. ഒരു യാത്രയിലായിരുന്ന ഒരു മനിയനെ കവർച്ചക്കാർ അടിക്കുകയും ഉപദ്രവിക്കുകയും കട്ടുണ്ടാക്കുകയും കളാവ് കേൾക്കുകയും ചെയ്തു. വഴി കിട്ടളാഞ്ചിൽ പോയ മനിയൻ മരണത്തിങ്കൽ മല്ലിടുമ്പോൾ വേറൊരു വംശത്തിൽപ്പെട്ട മനിയൻ ഇതിനെ കണ്ടിട്ട് അവനോട് ദയ തോന്നുകയുണ്ടായി. അവൻ്റെ കട്ടുകളെ കെട്ടി അവൻ കഴുതപ്പുറത്ത് മുറിവേറ്റ മനിയനെ ഒരു സത്രത്തിലാക്കി അവനെ കെട്ടുകയുണ്ടായി. ആയതുമാത്രമല്ല, അവൻ്റെ കട്ട് മാറുന്നതുവരെ അവനെ നോക്കുവാനുള്ള ചിലാവും അവൻ വഹിച്ചു. യേശു എന്നിട്ട് പറഞ്ഞു, നാം എല്ലാവരും മറ്റുള്ളവരെ ഈ നല്ല അയാൾക്കാരൻ ചെയ്തതുപോലെ അവയേതായിരുന്നാലും അവനെ ഇഷ്ടപ്പെടുകയും അവനെ കരുതുകയും അവനെ നാം കർത്താവിൻ്റെ ഇഷ്ടത്താൽ നാം അവനെ നോക്കുകയും ചെയ്യണം. പടം 30. യേശു സർവശക്തനായ ദൈവമാണ്. ഈ പാഠത്തിൽ കാണുന്ന മനുഷ്യൻ അവരുടെ കൽവിഗ്രഹങ്ങളെയും വിച്ചയാളി പുസ്തകങ്ങളെയും തീയിക്കിട്ട് ചുട്ടുകളഞ്ഞു. മുഖാത്ത് അവ പിശാചിങ്ക് അടിമപ്പെട്ട് നടാന്തവരാണ്. നാമും പിശാചിങ്ക് അടിമയായിരുന്നു അവനെ സേവിക്കുകയായിരുന്നു. നാം ഇപ്പോൾ അവനെ സേവിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. കർത്താവായ യേശു ക്രിസ്തു അവരെക്കാൾ ഏറ്റവും വലിയ ശക്തിയുള്ള ദൈവമാണ്. കാരണം യേശുക്രിസ്തു പിശാചിനെ ജയിച്ച് അവൻ മഹാശക്തിയോടെ മരണത്തെ അതിജീവിച്ച ദൈവമാണ്. അവനിൽ നാം ആശ്രയിക്കണം. ഭൂതത്തോടും അവൻ്റെ തന്ത്രങ്ങളോടും നമ്മെ ചേർത്ത് നിൽക്കുന്ന സകലത്തെയും ഒഴിവാക്കി അവൻ നമ്മെ സകലത്തിലും വിടുവിച്ച് നടാത്തുവൻ കഴിവുള്ളവനായിരിക്കയാൽ അവനോട് അപേക്ഷിച്ച് അവൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് നാം ജീവിക്കണം. പടം 31. ഭൂതമ പുറത്താക്കുന്നു. വളരെയധികം പിശാച് ബാധിച്ച ഒരാളുണ്ടായിരുന്നു. ഒന്നുകൊണ്ട് കെട്ടിയിട്ടിട്ടും വിടുവിക്കാൻ സാധിക്കാത്തവനായിരുന്നു അവൻ. ഭൂതത്തിൻ്റെ ശക്തിയാൽ അവൻ എല്ലാനുമ ഉടച്ച് തകർത്ത് നടന്നു. അവനെ തന്നെ അവൻ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. യേശു ആ പിശാച് ബാധിച്ച മനിയനെ അവന് സകല ഭൂതങ്ങളെയും പുറത്താക്കി ആ മനിയനെ സ്വതന്ത്രനാക്കി. അവൻ ചേരിക്കും അവൻ കുടുംബക്കാരോടും അവൻക്ക് പിന്നെ ഉണ്ടായിരുന്ന സ്നേഹിതരോടും കർത്താവ് ചെയ്തത് പറയുവാൻ കർത്താവ് കൽപ്പിച്ച് അയക്കുകയുണ്ടായി. പിശാചും ഭൂതവും യേശുവിനെ അനുസരിക്കുകയുണ്ടായി. നൂമും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവനോട് എതിർത്ത് നിൽക്കുകയും കർത്താവിന് കീഴടങ്ങി അവനെ അനുസരിച്ച് ജീവിക്കുകയും വേണം. പടം 32. പരീക്ഷ. ദൈവമക്കളെ ഭൂതം പല രീതിയിൽ പരീക്ഷിപ്പാൻ ശ്രമിക്കും. അവൻ്റെ ഉദ്ദേശം നാം യേശുവിനെ അനുസരിക്കരുത്, അനുഗമിക്കരുത് എന്നാണ്. പിശാച് ദൈവമക്കളെ ലോകപരമായി പണം കൊണ്ടും ഉടുപ്പുകൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും മദ്യത്തിലും അസാൻമാർഗിക ജീവിതത്തിലും മനിയനെ പരീക്ഷിപ്പാൻ ശ്രമിക്കും. അവൻ്റെ ഉദ്ദേശം ഈ വസ്തുതകൾ നമുക്ക് വലിയ സന്തോഷം നൽകുന്നതാണ്. എന്നാൽ സാത്താൻ വഞ്ചകനും കളാവ് പറയുന്നവനുമാണ്. നമ്മെ ദൈവത്തിന് വിരോധമായി തിരിപ്പിക്കുകയാണ് അവൻ്റെ ഉദ്ദേശം. ആ സമയത്ത് ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവൻ നമ്മെ സഹായിക്കും. അവനിൽ ആശ്രയിച്ച് അവൻ്റെ ശക്തിയാൽ പരീക്ഷയെ അതിജീവിപ്പാൻ കഴിയും. പടം 33. നാം പാപമോ ചെയ്താലോ? ഒരു പക്ഷേ ഒരു വിശ്വാസി പാപം ചെയ്തെന്നിരിക്കാൻ എന്താണ് പറ്റുക? യേശു ഒരു ഉദാഹരണം പറഞ്ഞു. ചെറുപ്പക്കാരനായ ഒരു മകൻ തൻ്റെ അപ്പനെ വിട്ട് തൻ്റെ വീതം വാങ്ങി ദൂരദേശത്തേക്ക് പോയി. പിതാവിൻ്റെ ധനം പാപത്തിനും അസാൻമാർഗിക ജീവിതത്തിനും അവൻ ചിലവിട്ട് എല്ലാം നശിപ്പിച്ചു. ആ നാട്ടിൽ വലിയ ക്ഷാമം കടന്നു വന്നു. അവൻ്റെതെല്ലാം നഷ്ടപ്പെട്ടു. വിശന്ന് വലാഞ്ഞ് അവൻക്ക് ഒരിക്കൽ സുബോധം വന്ന് അവൻ അതേ ദൈവത്തോട് തീർച്ചയായും അവൻക്ക് പാപമാണെന്ന് മനസ്സിലായി. അവൻ നല്ല ബോധത്താൽ അവൻ അപ്പൻ വക തിരിച്ചു വന്നു. അവൻ അപ്പനോട്, ഞാൻ സ്വർഗത്തോടും ദൈവത്തോടും പാപം ചെയ്തു. അതിനെക്കുറിച്ച് അവൻ പാപബോധമുണ്ടായി. അവൻ അപ്പൻ വാടിക്ക് പിന്നെയും ചെന്നു. അവൻ്റെ അപ്പൻ അവൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് അവനെ ഏറ്റെടുത്തിട്ട് അവന് ഇഷ്ടപ്പെട്ടു. ദൈവത്തിൻ മക്കളായ നാം പാപത്തിൽ ആയാൽ നാം നമ്മുടെ പാപത്തിൽ നിന്നും മാനസാന്തരം പ്രാപിച്ച് പാപത്തിൽ നിന്നും ദൈവത്തിൻ വാടിക്ക് തിരിഞ്ഞ് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പൻ അവൻ ഭാഗം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. അവൻ്റെ മകനായ യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകി നിർമ്മലമാക്കി നമ്മ സ്വർഗത്തിലെ അപ്പൻപാടിക്ക് വീണ്ടും എത്തിക്കും. മാനസാന്തരപ്പെടുന്ന പാപമാളിയെക്കുറിച്ച് സ്വർഗം എപ്പോഴും സന്തോഷത്തിലാവും. പടം 34. നോവുകൾ. ദൈവമക്കൾക്ക് നോവ് വരുമ്പോൾ നാം എന്തിനെ ചെയ്യണം? നാം ദൈവത്തോട് ചേർന്ന് അവൻ ബാങ്ക പ്രാർത്ഥിക്കണം. അവൻ ഇഷ്ടമാണെങ്കിൽ അവൻ നമ്മ നല്ല മാതിരിയാക്കുകയും അവൻ സമാധാനത്താൽ നമ്മ നല്ല മാതിരി നിറയ്ക്കുകയും ചെയ്യും.
എല്ലാം അവൻ നിയന്ത്രണത്തിലാണെന്ന് നാം അറിയുകയും അവൻ്റെ സാന്നിധ്യവും സമാധാനവും നാം കിടാപ്പിട രോഗക്കിടാക്കയിൽ അവൻ നമ്മെ സമാധാനിപ്പനും അത് നമ്മ കർത്താവൻ വാങ്ക ചേരുവനും സഹായിക്കുകയും അവൻ നാം രോഗക്കിടാക്കയെ മാറ്റി നമ്മ സൗഖ്യമാക്കുകയും ചെയ്യും. പടം 35. ചാകൽ. ഈ പടാത്തിൽ ഒരാളെ അടക്കം ചെയ്യുവാൻ പോകുക. ഒരു നാൾ നാം ഓരോരുത്തരും ചാകും. ആനുമ എന്തതാണ് ദൈവമക്കൾക്ക് പറ്റണത്? ദൈവം പറയപ്പെടനെ നമുക്ക് കേൾക്കാം. വിശ്വാസി ചാകുമ്പോൾ അവൻ ആത്മാവും ദേഹിയും സ്വർഗത്തിൽ ദൈവത്തിൻ വാടിക്ക് പോകുക. ഈ പടാത്തിൽ കാഴ്പിട മാതിരി തൻ്റെ ബന്ധുമിത്രാദികളും മറ്റുള്ള അടുത്തുള്ളവരും ദുഃഖിപ്പിടവും സങ്കടപ്പെടവും കരാകുകയും ചെയ്യുന്നു. ഇന്നാൽ നാം ചാവിടനെ പേടിക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മെ ഇഷ്ടപ്പെട്ട് പാപമ ക്ഷമിച്ചിട്ട് എപ്പോഴുമുള്ള ചാവിൽ വച്ചിട്ട് നമ്മെ രക്ഷിച്ചിരിക്കയാൽ നാം സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ ആയിരിക്കും. എന്നാൽ കർത്താവായ യേശു ദൈവമെ ഏറ്റെടുക അളവ് ദൈവവചനം പറയവിടന. എന്നാൽ അവ എപ്പോഴുമുള്ള നാശത്തെങ്കും നരാകത്തെങ്കും കടന്നു പോകും. നൂം ചത്താൽ എവിടക്ക് മാറിപ്പോകും. യേശുവിൻ്റെ രണ്ടാം വരവിൽ നൂം വിശ്വസിച്ചിര് ചത്തവര അവ എഴുന്നേൽപ്പിച്ചിര് അവാന മാതിരി ആക്കി തീർത്തിര് അവാനുമായിരി എപ്പോഴും നമ്മ ആക്കും. പടം 36. യേശുവിൻ ശരീരമായ സഭ. നാം ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും അതിനതിനായ ഓരോ കാര്യങ്ങളും പ്രയോജനവുമുണ്ട്. കൺ കാൺപനും കാത് കേൾപ്പനും പുരാലി അലായ്പനും കൊട്ടി തിൻപനും ആയിരിപ്പിടത് മാതിരി ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരുമയോടെ പ്രവർത്തിക്കുകയും ഇടാവിടുകയും ചെയ്യുന്നു. എന്നാൽ ഒരു വാങ്കട് കട്ടിയിലിടപ്പോൾ ശരീരം മൊത്തമായി വേദനിക്കുക. ദൈവവചനത്തിൽ വെച്ചിട്ട് നാം മനസ്സിലാക്കേണ്ടത് വിശ്വാസികൾ എല്ലാവരും സഭ എന്ന യേശുവിൻ്റെ ശരീരത്തിലെ അവയവമാണ്. കർത്താവായ യേശു ദൈവം ആ ശരീരമായ തലയുടെ സഭയാണ്. എല്ലാ വിശ്വാസികളും അവനവനുടെ പ്രവർത്തികളെ നല്ല കടാമയോടുകൂടി ചെയ്യേണ്ടതാണ്. സഭയിൽ ചിലർ പ്രസംഗിക്കുക, പാടുകയ, കൊടുക്കുന്നു, പഠിപ്പിക്കുക. ചിലർ വറവിനെ നോക്കുകയ, മറ്റുള്ളവനെ എല്ലാ രീതിയിലും സഹായിക്കുക. എന്നാൽ ഒരു വിശ്വാസി തൻ്റെ ഉത്തരവാദിത്തം ചുമതലയും വേണ്ട വിധത്തിൽ ചെയ്തില്ല എങ്കിൽ അത് മൊത്തം സഭക്കും അത് യഥാർത്ഥമായിട്ടും പ്രയാസമാക്കുകയാണ്. അതുകൊണ്ട് എല്ലാ വിശ്വാസികളും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് അങ്കേമിങ്കയും സഹായിച്ച് കർത്താവിൽ പെരുകുകയും വളരുകയും ചെയ്യണം. പടം 37. ആരാധനക്കായി എല്ലാവരും ഒരുമിച്ച് വരണം. വിശ്വാസികൾ എല്ലാവരും ഒരിടത്ത് ആരാധനക്കായി കൂടണം. അവ കൂടു വരുമ്പോൾ ദൈവമാ ആരാധിക്കണം. ദൈവവചനമാ കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം. പ്രാർത്ഥിക്കണം. അവന സ്തുതി സ്തോത്രത്തോടെ പാടർ പുകഴ്ത്തണം. കർത്താവിൻ്റെ പണിക്കായി നാം മനസ്സറിഞ്ഞു കൊടുക്കണം. കർത്താവ് പറാഞ്ച മാതിരി അവൻ മക്കൾ കൂടു വരുമ്പോൾ അവൻ്റെ മരണത്തെയും അടക്കത്തെയും ഉയർത്തെഴുപ്പിടനെയും വീണ്ടും വരവിനെയും ഓർക്കുമ്പോൾ അവൻ ശരീരമ ചൂണ്ടു കാട്ടിടതായ അപ്പമ്മ തിൻപിടപ്പ അവൻ ചോരയെ കാട്ടിട മുന്തിരിച്ചാറ കുടിക്കുകയും വേണം. ഈ പടാത്തിൽ കാൺപിട മാതിരി അവൻ ശരീരം നാം പാപത്തിൻ കായിര് നുറുക്കപ്പെടുകയാം. അവൻ ചോര നമ്മുടെ പാപത്തിൽ വച്ചിട്ട് രക്ഷിപ്പൻ ചിന്തുകയും അത് അവൻ്റെ രണ്ടാം വരാവ് വരെ തുടർന്ന് നാം സഭയായി ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നാം ആവശ്യമാണ്. പടം 38. യേശു തൻ മക്കൾക്കായി തിരിച്ചു വരികയാണ്. അവൻ വാഗ്ദാനമ പറാഞ്ച പോലെ ഒരു നാൾ തിരിച്ചു വരും. അവന് ആലോയിപ്പിടൻ കായിര് അവൻ നാം ആലോയിപ്പിട സമയത്തായിരിക്കും വന്നത്. അവനിൽ വിശ്വസിപ്പിട വിശ്വാസികൾ കല്ലറയിൽ വച്ചിട്ട് ഇളാകിരി വരും. അവന് വിശ്വസിച്ചിട്ട് ജീവിപ്പിറവർ ചെടുക്കന ഉയർത്തെഴുന്നിര് ഒരുമിച്ച് മേഘത്തിങ്ക് മീതെ പോകും. ആണ്ടിന് നാം കർത്താവിനോട് എന്നെന്നും ആയിരിക്കും. വിശ്വാസമില്ലാളവനെ തള്ളിക്കളായും ദൈവ ന്യായവിധിയെ നാം കഠിനമായി അനുഭവിക്കേണ്ടി വരും. അവൻ എപ്പോൾ വരുമെன்று നാം അറിയാത്തതിനാൽ എപ്പോഴും നാം ഒരുങ്ങി കാത്തിരിക്കണം. ഒരുപക്ഷെ കർത്താവ് ഇൻഡു വരുവനാണെങ്കിൽ നിന്നെ അവനെ എതിരേൽപ്പൻ നീ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിൻ ജീവിതമ മാറ്റിര് അതിനെ എതിരേൽപ്പൻ നീ ഒരുങ്ങുമോ? പടം 39. നാം കർത്താവുകായി പയാമ ഉണ്ടാക്കണം. ഈ പടാത്തിലെ മരത്തിൽ നല്ല പയാമ കാണാൻ പറ്റുകയാണ്. നാം കർത്താവിനോട് പുറാക്കുന്നതിൻ്റെ പോകുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം ഈ ആത്മീയ കായ്കനികളെ നാം ജീവിതത്തിൽ ഉണ്ടാക്കുകയാണ്. ബൈബിളിൽ ഈ കായ്കനികളെ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, കണ്ണും ജയം ഇൻഡ്രി പലതായി കാണുകയാണ്. യേശു പറഞ്ഞത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും കൊമ്പുകളുമാകയാം.
നൂം എന്നിൽ വസിച്ചാൽ നൂം എന്നിലും ആയിരിക്കും. നൂം വളരെ പയാം കായ്ക്കും. നാം വളരെ ഫലാമ കായ്പിളതുകൊണ്ട് അപ്പനായ ദൈവം നൂം മഹത്വപ്പെടുത്തും. ഉണാന്ത കൊമ്പുകൾ പയാം കായ്ക്കയില്ല. അതിന് അർദ്ര തീയിക്കിട്ട് ചുട്ടുകളായും. ദൈവം ആഗ്രഹിപ്പെടുന്നത് അവന്റെ അനുഗാമികളായ നാം ഓരോരുത്തരും വളരെ പയാം കാച്ചിര് അവനെ മഹത്വപ്പെടുത്തണമെന്നാണ്. ആൻഡ് നാം ജീവിച്ചാൽ മറ്റുള്ളവർ കർത്താവിൽ വളരുവനും കർത്താവിൽ ആയിത്തീരുവനും സാധിക്കും. നാം ജീവിതം വച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. പടാം 40. അവൻ സാക്ഷിയാകുക. തൻ ശിഷ്യന്മാർ വാങ്ക പറകയുണ്ടായി. സ്വർഗത്തിലും ഭൂമിയിലും എനക്ക് എല്ലാ അധികാരവും നൽകപ്പെട്ടിരിക്കുക. ആകയാൽ നാം പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അറിയിച്ച് സ്നാനപ്പെടുത്തിര് ഞാൻ മുമ്പാങ്ക പറയാഞ്ചതൊക്കെയും കൽപ്പിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചിട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ആൻഡ് യേശുവിൽ വിശ്വസിക്കുന്നവർ അവ പാപത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും നിത്യയാതിൽ നിന്ന് രക്ഷ പ്രാപിക്കും. നീ ഒരു വിശ്വാസിയാണെങ്കിൽ മറ്റുള്ളവരെ ഈ നല്ല വാർത്ത അറിയിപ്പൻ നീ മുൻകൈയെടുത്തിട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ചെയ്യുമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് ധൈര്യവും അലായ്പനുള്ള കഴിവും നിനക്ക് നൽകരുത്തരും. ഈ പടപുസ്തകം നീ ഉപയോഗിച്ചിട്ട് നീ പഠിച്ചനെ മറ്റുള്ളവർക്കും അറിയിക്കുമോ? ആൻഡിലാണെങ്കിൽ നീ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് നിന്റെ സാക്ഷ്യം കണ്ടറ് മറ്റുള്ള എല്ലാവരും ഈ സാക്ഷ്യം മുഖാന്തരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷിതാവിനെ അറിഞ്ഞിര് നിത്യജീവന്റെ അവകാശിയായി തീരുവാൻ പറ്റും. ആൻഡ് നീ കർത്താവിൻ്റെ ഒരു ഉത്തമ സാക്ഷിയായി ജീവിപ്പാൻ പറ്റും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാൻ നിന്നെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.